കർത്താവിൻ്റെ പരിശുദ്ധമായ നാമമായി പെരുമാറവരെ കർത്താവിൻ്റെ ശ്രേഷ്ഠരായ ദൈവങ്ങൾക്കും ഈ ദൈവൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വമാരെ ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ദയവായി ഒരു വാക്യം. വെളിപ്പാട് 21-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ജയിക്കുന്നവനെ ഇത് അവകാശമായിരിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകളുമാണ്. നമുക്കൊരു പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധകാലത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, ബോധപ്പെടുത്തുന്നു. ഞങ്ങൾ കടന്നുകൊണ്ടിരുന്ന സമയം മുതൽ കർത്താവെ നിമിഷം വരെ കർത്താവെ പാടുവാൻ ആരാധിപ്പാൻ കർത്താവെ ഞങ്ങളോട് സഹായിച്ചതുവയ്ക്കായ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചതുവയ്ക്കായ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ വചനമായി കർത്താവെ എല്ലാവരെയും എഴുതി നിൽക്കുകയാണ്. കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച വചനത്തിനായി കർത്താവ് സ്തോത്രം ചെയ്ത് സംസാരിക്കുവാൻ ദൈവജനത്തിൽ കർത്താവ് ആഗ്രഹിക്കുമായി സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമായ പ്രാർത്ഥനകളായി നന്ദി. യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗനാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നാം വായിച്ച വചനം ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും എന്ന ഒരു വചനത്തെ ആസ്പദമാക്കിയാണ് നാം ചില കാര്യങ്ങൾ അല്പസമയമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അവകാശങ്ങളെ കുറിച്ചാണ് നാം അല്പം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രവൃത്തികളല്ല, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് രക്ഷയും നീതീകരണവും നമുക്ക് പ്രാപിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ കൃപയാൽ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടാണ് ഇന്ന് ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോർക്കളമാണെന്ന് നമുക്ക് എപ്പോഴും അറിയാമല്ലോ. നമ്മൾ തുറന്നിറപ്പപ്പെട്ട് ഓടണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട നമുക്ക് രക്ഷയിൽ നിലനിൽക്കുവാൻ നമ്മുടേതായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യരും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭയോടുള്ള കൂട്ടായ്മയിൽ നിരന്തരമായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും നമ്മൾ നിരന്തരമായി പോരാടണം ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷയിൽ നിലനിൽക്കുവാൻ കഴിയുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ മനുഷ്യ മനസ്സ് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും ഉള്ള ഒരു പോർക്കളമായിട്ട് കാണുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു ഭാഗം പറയും നമുക്ക് തിന്മ ചെയ്യാം. തിന്മ ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് നന്മ ചെയ്യുവാനാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനാൽ നമ്മൾ അനുദിനവും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ബലവും നമുക്ക് പ്രാപിക്കുവാൻ ഇടയാവും. ഓരോ ഞായറാഴ്ച ദിവസവും ഇടയ്ക്കുള്ള കൂട്ടായ്മകളും പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പുതിയ ബലം, ഒരു ആത്മബലം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആത്മബലത്തിലൂടെ നമുക്ക് രക്ഷ നമുക്ക് നിലനിർത്താൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ബലത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് അടുത്ത മറ്റൊരു വാക്യം വായിക്കാം. ദയവായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യം ദയവായി വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഇതിന്റെ 12-ാം വാക്യം 11-12. യോഹന്നാൻ സ്നാപകന്റെ നാമം ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യും. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കും. അതെ, ബലാത്കാരികൾ ദൈവരാജ്യത്തെ സ്വർഗത്തെ പിടിച്ചടക്കും. അതേ പ്രിയ ദൈവങ്ങളെ, നമുക്കൊരു ബലാത്കാരം ചെയ്യാനുണ്ട്. എന്താണ് നമുക്ക് ബലാത്കാരം? നമ്മുടെ ബലാത്കാരം നമ്മളെ കൂടി വരുന്ന കൂട്ടുവിശ്വാസികളല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ അയൽവക്കാരല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മളോട് പ്രതികരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് പോരാടുന്ന ആരുമല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശത്രുക്കൾ അന്ധകാര ശക്തികളാണ്, ലോകത്തിന്റെ വാഴ്ചകളാണ്, ജഡരക്തങ്ങളല്ല. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ പൈശാചിക ശക്തികളോടാണ് നമുക്ക് പോരാടുന്നതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ആത്മബലം ആവശ്യമാണ്. ആത്മബലത്താൽ മാത്രമേ നമുക്ക് പൈശാചിക സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു
വിജയം നമുക്ക് ഒരു ജയം കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് ആ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്തമാണ് ആത്മീയ ബലം ഏറ്റെടുക്കുക. ആത്മീയ ചൈതന്യം നമ്മൾ ഈ പൽക്കാലം ഏറ്റെടുത്ത് വേണം വാങ്ങി പോകാനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിക്കുകയാണ്. യേശുവിന്റെ മാവോട് ചേർന്നിരുന്ന നമ്മുടെ യോഹന്നാൻ എന്ന ശിഷ്യൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ സാക്ഷാൽ സർവശക്തനായ യേശു ക്രിസ്തു യോഹന്നാന് പ്രദർശിപ്പിച്ച വെളിപ്പാടുകളാണ് പ്രവചന പുസ്തകമായ വെളിപ്പാടെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാസന് ദൈവം അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 1, 2, 3 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ 7 സഭകൾ, എഫെസോസ്, സ്മുർന, പെർഗമസ്, തുയതൈര തുടങ്ങിയ 7 സഭകളിലേക്കുള്ള ദൂതുകൾ അവിടെ പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ദൈവദാസനെ പ്രബോധിപ്പിച്ച വാക്കുകളും ആ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ആദ്യ സ്നേഹം തണുത്തുപോയി എന്നൊരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്, ദൈവസഭയെ കുറിച്ച് പറയാനുണ്ട് എന്ന് അവിടെ നമ്മൾ രേഖപ്പെടുത്തി കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ആ സഭകളോട് പറയാണ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഉണർന്നു കൊടുക്കുക. ഞാൻ കർത്താവിന്റെ കാര്യം ഏത് വിഷയം അറിയാതെയാണ്, നിങ്ങൾ ഉണർന്നിരിക്കുക എന്ന് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആത്മീയമായി എന്തെങ്കിലും തരത്തിലുള്ള മരണം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാരം ആത്മീയ ബലമേറ്റെടുത്തുമായി പോകാൻ സ്വർഗീയ പിതാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ദയവായി വായിക്കാം. വെളിപ്പാട് 2-ാം അധ്യായം 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തും ചെയ്തുകൊള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം എന്താണ്, ജീവവൃക്ഷം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നാം ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. ദയവായി വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ജയിക്കുന്നവർക്ക് നൽകുന്ന പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ഉൽപ്പത്തി 2:9. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഗുണമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ച് ഉള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് സ്തോത്രം. ആദിമ മനുഷ്യരായ ആദമിന് ഹവ്വയ്ക്കും വേണ്ടി ഏദൻ തോട്ടത്തിൽ ദൈവം അവരെ ആക്കിയപ്പോൾ അവർക്ക് കാണുവാൻ ഭംഗിയുള്ളതും ജീവവൃക്ഷവും അതുപോലെ തന്നെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലവും ദൈവം നൽകി. എന്നാൽ നന്മ തിന്മകളെ അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്നും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും മറ്റ് കാണുവാൻ ഭംഗിയുള്ള ഫലങ്ങൾ കഴിക്കുവാൻ അവർക്ക് ദൈവം അനുവാദം കൊടുത്തു. എന്നാൽ അനുവാദം കൊടുത്ത ഫലം അവർ കഴിക്കുന്നതിന് പകരം ദൈവം പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഏക മനുഷ്യനായ അല്ലെങ്കിൽ ആദ്യ മനുഷ്യനായ ആദം അവിടെ ചെയ്തു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്ന് കഴിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജീവവൃക്ഷത്തിന്റെ ഫലം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആദാമായ ആദാം അവിടെ നഷ്ടപ്പെടുത്തിയ കാര്യം ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കും. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് ഭക്ഷിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് അറിയുമോ? പ്രിയ സ്നേഹിതരെ, നമുക്ക് 2-ാം മരണത്തിന് നമുക്ക് അധികാരമില്ല. നാം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവങ്ങളും ഇന്ന് ഈ ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യ പദവി വളരെ വളരെ അത്യുന്നതമാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അനേക മനുഷ്യർക്ക് നമുക്ക് കാണാൻ കഴിയും. അവർ യേശു ക്രിസ്തുവിലുള്ള രക്ഷ ഏറ്റെടുക്കാത്ത അനേകർക്ക് 2-ാം മരണമുണ്ട്. എന്നാൽ ദൈവമക്കളാൽ നമുക്ക് ഈ ശാരീരിക മരണം മാത്രമേ ഉള്ളൂ. അത് എത്ര ഭാഗ്യകരമാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തീയും ജന്തുവും കത്തുന്ന തീപ്പൊയ്യത്രേ, അത് 2-ാമത്തെ മരണം. എന്നാൽ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച നമുക്ക് ആ 2-ാം മരണത്തിൽ നമുക്ക് ഭാഗവാക്കാകണ്ട എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളെ ഈ പ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ 2-ാം അധ്യായം 16-ാം വാക്യം ദയവായി വായിക്കാം. ഉൽപ്പത്തി 2:16 വാക്യം. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിൽ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരും. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്നുള്ള നാളിൽ നീതി. അതെ, നാം ഏത് തോട്ടത്തിൽ നമ്മൾ ആ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക്
കഴിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. നന്മതിന്മകളെ കുറിച്ചുള്ള ഫലം കഴിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യർ കഴിച്ച് പാപത്തിലകപ്പെട്ടപ്പോൾ ഇനി ജീവവൃക്ഷ ഫലം കൂടെ കഴിച്ച് മനുഷ്യൻ എന്തെങ്കിലും ജീവിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി ഇങ്ങനെയായിരുന്നില്ല. നാം രോഗം പിടിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മരിക്കില്ല. നാം അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ഉള്ള പദ്ധതി, അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ പ്ലാനിങ്ങിന്റെ വലിപ്പം എത്രയോ ആഴമുള്ളതെന്ന് ആ വചനം വായിച്ചുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് ഭക്ഷിച്ച് നമുക്ക് ജയം നേടുവാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ വായിച്ച് കേട്ടത് അപ്രകാരമാണ്. എന്നാൽ നാം വായിച്ച ആദ്യത്തെ ദുർവാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അപ്പോൾ ജയിക്കുന്നവർക്ക് നമുക്ക് എന്തെല്ലാം അവകാശം ലഭിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിക്കുന്നവർക്ക് ദൈവം മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിച്ചിരിക്കുന്നവർക്ക് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവർക്ക് ആലയത്തിന്റെ തുറക്കും. ജയിക്കുന്നവർക്ക് വെള്ള ഉടുപ്പ് കൊടുക്കും. നാം ധരിക്കുന്ന ഈ വെള്ള വസ്ത്രമല്ല, തെറ്റിദ്ധരിക്കരുത്. നാം ഏത് കളർ വസ്ത്രം ധരിച്ചാലും ദൈവത്തിനൊന്നുമില്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ എടുത്തു പറയട്ടെ. അപ്പോൾ ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ് കൊടുക്കും. വെള്ളയുടുപ്പ് നമ്മുടെ നീതി പ്രവർത്തികളും അതുപോലെ അധികാരത്തെയും കാണിക്കുന്നതാണെന്ന് ഓർമ്മിക്കട്ടെ. അതുപോലെ തന്നെ ജയിക്കുന്നവർക്ക് ദൈവം എനിക്കുള്ളത് ഇരിക്കുവാനുള്ള സിംഹാസനത്തിൽ ഇരിക്കാനുള്ള വരം നൽകും. അപ്പോ ജയിക്കുന്നവർക്ക് എത്രയെത്ര പദവികളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവ് ലോക രക്ഷിതാവാണ്. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. നാം ലോകത്തെ ജയിക്കും. ആമേൻ. സ്തോത്രം. ആകിയാൽ ലോകത്തെ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശത്തോട് ചേർന്ന് ഒരു 4 വരി പാട്ടുകൂടെ പാടി ദൈവം സന്നിധിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. നല്ല പോരാട്ടം പോരാടിയോട്ട ഓടിടാ, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ. നല്ല പോരാട്ടം പോരാടിയോട്ട ഓടിടാ, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിരിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിരിക്കാം. ആമേൻ. Hallelujah. Stotram, stotram. Amen. Stotram. ഒരു പാട്ട് പാടി കർത്താവിനെ സന്നിധിയിൽ ആരാധിക്കുമ്പോൾ സ്തോത്രങ്ങൾ